ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. കുത്തുബ് ഈ നാല് ആളുടെ ഇടയിലായിട്ട് ഇങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ടുണ്ടാവും. പിന്നെ അർക്കാനി ദുനിയ കദവാഇറുൽ ഫലഖി ഫി ഉഫ്ഖി സമാ. എങ്ങനെയെന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള ആളുകൾ ആകാശങ്ങളിലുള്ള സ്ഥലങ്ങളിലൂടെ അതായത് ആകാശവാസികൾ എന്ന് പറയുമ്പോൾ മലക്കുകൾ, വലിയ മലക്കുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ടാവാം. അപ്പൊ അവര് ആകാശത്തുള്ള വ്യത്യസ്ത സ്ഥലങ്ങൾ മാറി മാറി നിൽക്കുന്നത് പോലെ കുത്തുബ് ഈ 4 സ്ഥലങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാവും. ചിലപ്പോൾ ഒരു സ്ഥലത്തുണ്ടാവും, ചിലപ്പോൾ 10 മാറി മാറി നിൽക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ മഗ്രിബിലായിരിക്കും, ചിലപ്പോൾ ഷാമിലായിരിക്കും, ചിലപ്പം മശ്രിക്കിലായിരിക്കും, ചിലപ്പോൾ യമനിലായിരിക്കും. അപ്പോൾ ഇതിന് ഈ 4 ആളുടെ മുകളിൽ കുത്തുബ് എന്ന സ്ഥാനത്തുള്ളതുണ്ടാവും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവസാന നാൾ വരികയില്ല മഗ്രിബിൽ നിന്ന് സൂര്യൻ ഉദിച്ചിട്ടായി അല്ലാതെ. അപ്പൊ ഖിയാമത്ത് നാൾ അടയാളം മഗ്രിബിന്ന് സൂര്യൻ ഉദിക്കുക എന്നുള്ള, അതായത് മഗ്രിബിന്ന് സൂര്യൻ എന്ന് പറയുന്നത് ശരിക്ക് കുത്തുബിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ മഗ്രിബ് എന്നുള്ള സ്ഥലത്ത് നിന്ന് കുത്തുബ് വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അപ്പൊ അവസാന നാളത്തെ കുത്തുബ് ശരിക്കും മഗ്രിബിന്നായിരിക്കും. യമന്നോ ഷാമെന്നോ മശ്രിക്കെന്നോ ഒന്നായിരിക്കില്ല. അവസാന നാളത്തെ കുത്തുബ് മഗ്രിബിന്നായിരിക്കും എന്ന ഹദീസിൽ പിന്നെ സൂചനയുണ്ട്. വഖദ് സുതിറത് അഹ്വാൽ ഖുതുബ് വഹുവ ഗൗസു അനിൽ ആമ്മത്തി വൽ ഖാസത്തി ഐറത്തു മിൻ ഹഖി അലൈഹി. ഖുതുബിന്റെ അവസ്ഥകൾ, ആത്മീയമായ അവസ്ഥകൾ അള്ളാഹു മറച്ചു വെക്കും. ബഹു ഔസ്, അദ്ദേഹത്തിനെ നമ്മൾ ഔസ് എന്ന് വിളിക്കാറുണ്ട്. ഖുതുബ് എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഔസ് എന്ന് വിളിക്കും. ഔസ്, ഖുതുബ് എന്ന് പറയണൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം അവരെ കാര്യങ്ങൾ അവരുടെ ആത്മീയമായ അവസ്ഥകൾ അള്ളാഹു മറച്ചു വെക്കും. അനിൽ ആമ്മത്തി, പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കും. വൽ ഖാസത്തി, പ്രത്യേകക്കാരിൽ നിന്ന് മറച്ചു വെക്കും. ഐറത്തു മിനൽ ഹഖ് അലൈഹി, അദ്ദേഹത്തിന്റെ മുകളിൽ അള്ളാഹുവിനുള്ള അസൂയ കൊണ്ടാണ് അങ്ങനെ. നമ്മൾ വിചാരിക്കണേ കുത്തുബിനെ എല്ലാവരും അറിയും, കുത്തുബല്ലേ എല്ലാവരും അറിയണ്ടേന്നൊക്കെ നമ്മൾ ചോദിക്കുക. അങ്ങനെയല്ല. കുത്തുബ് പറഞ്ഞാൽ അള്ളാഹിന്റെ ഏറ്റവും, കുത്തുബിനെ അറിയാന്ന് പറയുന്നത് വളരെ റേറാ. കുത്തുബിനെ അറിയാന്നുള്ള സാധനം ഏതെങ്കിലും ഒരു കാലത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ റേറാ. അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കുത്തുബിന്റെ അവസ്ഥ പ്രധാനമായിട്ടും മറഞ്ഞിരിക്കുക എന്നുള്ളത്. കുത്തുബിനെ എല്ലാവരും അറിയൂല എന്നുള്ളതാണ്. കുത്തുബിനെ അറിയാതിരിക്കലാണ് കുത്തുബിന്റെ ഇത്. കാരണം കുത്തുബിന്റെ മുകളിൽ അള്ളാഹുവിന്റെ അവരവസ്ഥകൾ എല്ലാവരും അറിയാൻ അള്ളാഹു ഇഷ്ടപ്പെടുമല്ലോ. അപ്പം നമ്മൾ പറയും, നിങ്ങളെ പിന്നെ ഷേഖ് കുത്തുബാണെങ്കിൽ എന്താണ് മറ്റേ ആളെ അറിയാത്തത്? അവരെ അറിയണ്ടേ? ഓർക്കും അറിയില്ല ഇദ്ദേഹമാണ് കുത്തുബ് എന്ന്. മറ്റേ ആൾക്കറിയണ്ടേ? ഇയാൾക്ക് അറിയണ്ടേ? അദ്ദേഹം വലിയല്ലേ എന്നൊക്കെ ചോദിക്കുമല്ലോ ആൾക്കാർ. ശരി, കുത്തുബിനെ അറിയാന്ന് പറയുന്നത്, കുത്തുബാണ് എല്ലാവർക്കും മദത് കൊടുക്കുന്നതെങ്കിലും കുത്തുബിനെ അറിയാന്ന് പറയുന്നത് അസാധ്യമാണ്. അത് കുറഞ്ഞ ആളുകൾക്ക് അള്ളാഹു ഉറച്ചു കൊടുക്കുള്ളൂ. അത് കാരണം അള്ളാഹിന്റെ കയ്യറത്ത് ആ വിഷയത്തിലുണ്ട്. അള്ളാഹ് അസൂയാലുമാണ്. കുത്തുബിനെ എല്ലാവരും അറിയാൻ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. കുത്തുബിന്റെ അവസ്ഥകൾ അള്ളാഹു പ്രത്യേകക്കാരിൽ നിന്ന് മറച്ചു വെക്കും. ഖാസ, പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കും. ഐറു അന്നഹു യറാ ആലിമൻ കൽ ജാഹിൽ. ചില ആൾക്കാർ അദ്ദേഹത്തെ വീക്ഷിക്കുക, നല്ല രസകരമായ, കുത്തുബിനെ മനസ്സിലാക്കാനുള്ള രസകരമായ ഒരു പ്രയോഗ. ചില ആൾക്കാർ അദ്ദേഹത്തിനെ ആലിമാക്കി മനസ്സിലാക്കും. ചിലപ്പോ അദ്ദേഹത്തിനെ കാണും ജാഹിൽ. കുത്തുബ് എന്ന് പറഞ്ഞ ആള്, കുത്തുബിനെ ചുറ്റിയാണ് പ്രപഞ്ചം തന്നെ കറങ്ങണത്. കുത്തുബിനെ അറിയാത്ത ഒന്നും പ്രപഞ്ചത്തിൽ. കുത്തുബിനെ കൊണ്ടാണ് ഉറുമ്പ് വരാനുള്ളത് നടക്കുന്നത്. ഇവിടെ കറുത്ത ഇരുണ്ട രാത്രിയിൽ കറുത്ത പാറക്കഷ്ണത്തിന്റെ മുകളിലൂടെ ഒരു ഉറുമ്പ് നടക്കുന്നതിന്റെ ഒച്ച വരെ ഒരു കുത്തുബ് അറിയുന്ന. അപ്പോ മറ്റൊരു മഹാൻ പറഞ്ഞു, അങ്ങനല്ല, ആ പറഞ്ഞതും ശരിയല്ല. കുത്തുബിന്റെ മക്കാം എത്രത്തോളം എന്ന് പറഞ്ഞാല് ആ ഉറുമ്പ് വരെ ചലിക്കുന്ന കുത്തുബിലൂടെയാണ്, അറിയേണ്ട ആവശ്യം വരെയല്ല എന്ന് പറഞ്ഞു കാണാം. അപ്പോ അങ്ങനെയാണ് കുത്തുബിന്റെ അവസ്ഥ. എങ്കിലും യറാ ആലിമൻ, ചില ആൾക്കാർ അദ്ദേഹത്തിന് നല്ല അറിവുള്ള ആളായിട്ട് പരിഗണിക്കും, ചില ആൾക്കാരോ ഒരു ജാഹിലായിട്ടും പരിഗണിക്കും. അയാൾക്കൊരു വിവരമില്ല, ഒന്നും അറിയില്ല, അയാൾക്ക് എന്താ അറിയാ, മറ്റേ ആൾക്ക് അയാൾക്ക് അറിയാം എന്നൊക്കെ തോന്നുന്നു. കാരണം അയാളും അങ്ങനെ ആയിരിക്കും പെരുമാറുക കുത്തുബ്.
ഇപ്പോൾ ആലിമായി നിൽക്കണമെന്നില്ല, ചില കാര്യങ്ങളൊക്കെ അറിയാത്ത രൂപത്തിലൊക്കെ നിൽക്കും, മനസ്സിലാക്കാത്ത രൂപത്തിലൊക്കെ നിൽക്കും. നമ്മളെ പണ്ട് ചിലപ്പോൾ നമ്മൾ അവരെന്തെങ്കിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ചിലപ്പോൾ എന്താണ് ഇങ്ങനെ വർക്ക് ചെയ്യാത്തതെന്നൊക്കെ നോക്കും. ഫോണിൽ പിന്നെ ടോർച്ച് ഓണായി, ടോർച്ച് ആയിട്ട് മുഖർക്ക് സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റുന്നില്ല. കുറെ അങ്ങോട്ടും കൊടുക്കും നിൽക്കി, എന്നിട്ട് നമുക്ക് തന്നു ഇതൊന്ന് ഓഫാക്കി തരുമോ വെച്ചിട്ട്. അപ്പൊ അദ്ദേഹം കുത്തുബാണ് എന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ ചിന്തിക്കാം, എന്ത് കുത്തുബ, ഇപ്പോൾ ഫോണിന്റെ ലൈറ്റ് പോലും ഓഫാക്കാൻ അറിയില്ല, പിന്നെയാണ് എന്നെ നന്നാക്കണമെന്നൊക്കെ ചോദിക്കും. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹം ചിലപ്പോൾ നമ്മളെ മുമ്പിൽ ജാഹിലായിരിക്കും മുമ്പിൽ ഉണ്ടാവും, ജാഹിലായിട്ട് ഒന്നും അറിയാത്ത ആളെ പോലെ, ഒന്നും മനസ്സിലാവാത്ത ആളെ പോലെ. ചില നമുക്ക് ഭാഷ മനസ്സിലാവില്ല, ചിലപ്പോൾ ചില ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ മനസ്സിലാവില്ല, ചിലപ്പോൾ ടോർച്ച് ഉപയോഗിക്കാൻ മനസ്സിലാവില്ല, മൊബൈൽ ഉപയോഗിക്കാൻ അറിയാനുണ്ടാവില്ല, വണ്ടി ഓടിക്കാൻ അറിയാനുണ്ടാവില്ല. ഇതൊക്കെ തോന്നുന്ന രൂപത്തിൽ ജാഹിലായി നിൽക്കും. എന്നാലോ ഏറ്റവും അങ്ങേയറ്റത്തെ മാരിഫത്തിന്റെ അവസ്ഥകളൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചുരുളയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇദ്ദേഹം ആലിമുമാണ് ജാഹിലുമാണ്, എന്താ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയായിരിക്കും. അബ്ലഹ കഫാത്തിനിൻ, ചിലപ്പോ അദ്ദേഹത്തെ നമുക്കൊരു ഒരു ഒരു പിന്നെ വിവരമില്ലാത്ത പൊട്ടനെ പോലെ തോന്നും, സ്റ്റുപ്പിഡായ ഒരു മനുഷ്യനെ പോലെ തോന്നും, ഭയങ്കര ബുദ്ധിമാനായ ആളെ പോലെ, ചിലപ്പോൾ ഒരു ബുദ്ധിയും ഇല്ലാത്ത ആളെ പോലെ തോന്നും, ചിലപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ള ആളെ പോലെ തോന്നും. താരിഖൻ ആഹിദൻ, ചിലപ്പോൾ അദ്ദേഹത്തിന് ആളുകളൊക്കെ വെറുതെ വിടും, ഒരു സാധു മനുഷ്യൻ, അയാളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അയാളിപ്പോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വെറുതെ വിടുന്നു ചില ആൾക്കാർ. ചിലപ്പോൾ ആഹിദൻ, അദ്ദേഹത്തിനെ പിടികൂടും, വിമർശിക്കും. അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം മോശക്കാരനാണ്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യേണ്ടത് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിമർശിക്കും. അങ്ങനത്തെ അവസ്ഥയുണ്ടാവും. ചിലപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് കാണാൻ പറ്റും കരീബൻ, നമ്മളോടൊക്കെ അപ്പോഴും അടുത്തായിട്ട്. ആ കുത്തുബിനെ മനസ്സിലാക്കി നമുക്ക് എല്ലാപ്പോഴും നമ്മളെ ഹൃദയത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു, നമ്മോട് സംസാരിക്കുന്നു, നമ്മളെല്ലാ വിഷയത്തിലും നമ്മളെ കാര്യത്തിൽ ഇടപെടുന്നു, നമ്മളെ ഒരു കാര്യം അദ്ദേഹത്തിന് മറിഞ്ഞിട്ടല്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ നമ്മളെ അടുത്താൻ തോന്നും. അപ്പൊ ഈദൻ, ചിലപ്പോൾ നമ്മളെ ഒന്നും കേൾക്കാത്ത അകൽച്ചയിലായി നിൽക്കുന്ന അവസ്ഥയുണ്ടോ, ഒന്നും അറിയാത്ത പോലെ ദൂരെയാണ് തോന്നുന്ന അവസ്ഥ. കുത്തുബിന്റെ അടുത്ത് പോയാൽ നിങ്ങൾ ആരാൻ ചോദിക്കും, നിങ്ങൾ ഇവിടെ വന്നിരുന്നോ, എന്താ ചെയ്യുന്നത്, പിന്നെ തുടങ്ങുന്ന നമ്മളൊരു ബൈദായ ദൂരമുള്ള ഒരു മനുഷ്യൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കും. കരീബാവും ചിലപ്പം, അല്ലെങ്കിൽ ബൈദം. കരീബാവുന്ന നമുക്ക് അവരുടെ ആത്മീയമായി നമുക്ക് കരീബാൻ തോന്നും, ചിലപ്പം ഭൗതികമായി അദ്ദേഹം ബൈദാൻ തോന്നും. സഹലൻ അസീറൻ, ചിലപ്പോൾ നമുക്ക് അയാൾ ഭയങ്കര എളുപ്പം, എന്തൊരു സിമ്പിളാണ്, ഇദ്ദേഹം എന്തൊരു സിമ്പിളാന്ന് തോന്നിപ്പോകും. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ, ജീവിതം ഭയങ്കര സിമ്പിളാണ്, പ്രവർത്തനം ഭയങ്കര സിമ്പിളാണ്, സ്വഭാവം ഭയങ്കര സിമ്പിളാണ്, മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ് എന്ന് തുടങ്ങി അദ്ദേഹത്തിന് എളുപ്പത്തിൽ നമുക്ക് എളുപ്പത്തിന്റെ വിശേഷം നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ നസീറൻ, ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും വിശദീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കാഴ്ചവെക്കും, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എന്താണ് ഇവിടെ ചെയ്യുന്നത് ഒന്നും മനസ്സിലാവണില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന നേരെ ഓപ്പോസിറ്റ് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള സാധനം ഒന്നും മനസ്സിലാവാത്ത അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം നമുക്ക് പിടികിട്ടാത്ത മനസ്സിലാവുന്നില്ല, അങ്ങോട്ട് വരുന്നത് മനസ്സിലാവില്ല, എന്താ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല, അങ്ങോട്ട് എന്ത് തീരുമാനം എടുക്കുന്നത് അറിയുന്നില്ല, ആരോട് എന്ത് സംസാരിക്കുന്നു അറിയില്ല, പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, അങ്ങോട്ടോ പോകുന്നു അത് തുടങ്ങി ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ. എന്നാൽ ചിലപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. ഇങ്ങനെയാണ് രാവിലെ എണീക്കുന്നു, ദിക്റെല്ലുന്നു, ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു, പോക്കുന്നു, ശരീഅത്ത് മുറുകെ പിടിക്കാൻ പറയുന്നു, തരീഖത്ത് കൊണ്ടെടുക്കാൻ പറയുന്നു, അങ്ങനെ തുടങ്ങി കുറെ സിമ്പിളായ കാര്യങ്ങൾ മാത്രം പറയുന്നു, ഹദീസ് പറയുന്നു, ആയത്ത് പറയുന്നു, അതിലും കോംപ്ലിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമാന്ന് തോന്നും, ചിലപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര കടുപ്പാന്ന് തോന്നും. ഖുശിഫത്ത് അഹ്വാലു ഔതാദിലിൽ ഖാസത്തി വൽ ആരിഫീൻ, ഈ ഔതാദിങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഔത്താദിങ്ങളാണ് ഏറ്റവും മുകളിൽ, അതിന്റെ മുകളിൽ കുത്തുബ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ആരോ പോസ്റ്റ് ചെയ്തതിന്റെ അതിന്റെ ഓർഡർ. ഔത്താദിങ്ങൾ, അബ്ദാലിങ്ങൾ, നുക്കബാക്കൾ, നുജബാക്കൾ, സ്വാലിഹീങ്ങൾ, പൊതുജനങ്ങൾ. അപ്പോ അഹ്വാലിങ്ങളുടെ അവസ്ഥ അള്ളാഹു ഒളിവാക്കി കൊടുക്കും. ഹാസത്തിൽ ആരിഫീൻ, അള്ളാഹു ആരിഫീങ്ങൾ വളരെ പ്രത്യേകക്കാരായ ആളുകൾക്ക് മാത്രമേ അള്ളാഹു ഒളിവാക്കി കൊടുക്കും. കുത്തുബിനെ ശരിക്കും എന്താവില്ല, ആർക്കും മനസ്സിലാവില്ല. അള്ളാഹു ആ കുത്തുബിന്റെ വിഷയത്തിൽ അസൂയാലുമാണ്, ആരും അറിയരുത് എന്ന കുത്തുബിന്റെ വിഷയത്തിൽ അള്ളാഹു വിചാരിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ. ഇനി ഔത്താദികൾ അവസ്ഥ പറയുകയാണെങ്കിൽ, ഔത്താദികളെ അള്ളാഹിന്റെ ആരിഫീങ്ങളിൽ വളരെ പ്രത്യേകക്കാരായ ആളുകൾക്ക് അദ്ദേഹത്തെ അറിയുള്ളൂ, അവരെ എല്ലാവരും അറിയില്ല. ഫസുത്തിറത്ത് അഹ്വാലു നുജബ
വസുത്രത്ത് അഹ്വാൽ നുജബ വ നുഖബ അൻ ആമത്തുൽ ഖാസ. ഇനി നുഖബാക്കൾ, അതിന്റെ താഴെയുള്ളവരാണല്ലോ പിന്നെ നുഖബാക്കളും പിന്നെ നുജബാക്കളും ഒക്കെ. ഈ നുജബാക്കളെ നുഖബാക്കളുടെ ഒക്കെ അഹ്വാലുകൾ, ആത്മീയമായ അവസ്ഥകൾ അള്ളാഹു മറച്ചു വെക്കും. അനിൽ ആമത്തുൽ ഖാസ, പൊതുജനങ്ങളെ വിഷയത്തിൽ നിന്നും മറച്ചു വെക്കും, ഈ സ്വാലിഹ്യങ്ങളുടെ അടുത്തു നിന്നും മറച്ചു വെക്കും ചിലപ്പോ. വഖശിവ ബാദുഹും ലിബാദ്. വഖശിവത്ത് അഹ്വാലു സ്വാലിഹീന ലിഉമൂമി വൽ ഖുസൂസ്. എന്നാൽ അള്ളാഹു വെളിവാക്കി കൊടുക്കും അഹ്വാൽ സ്വാലിഹീന, സ്വാലിഹീങ്ങൾ അഹ്വാലുകളെ ലിഉമൂം, ജനങ്ങൾക്കും വെളിവാക്കി കൊടുക്കും, വൽ ഖുസൂസ്, പൊതുജനങ്ങൾക്കും വെളിവാക്കി കൊടുക്കും. ലിയഖദി അല്ലാഹു അംറൻ കാന മഫൂല, അവരിൽ നിന്ന് ചില കാര്യങ്ങൾ അള്ളാഹു നടത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ ആരാണ് ശരിക്കും എല്ലാവരും അറിയുന്ന ആൾക്കാരുണ്ടാവുക? ഈ അള്ളാഹിന്റെ ഔലിയാക്കന്മാരുടെ ലോകത്ത് എല്ലാവരും പൊതുജനങ്ങളും പ്രത്യേകക്കാരും എല്ലാവരും അറിയുന്ന തട്ടിലുള്ള ആളുകൾ ആരായിരിക്കും? സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരായിരിക്കും. അവരെ ശരിക്കും എല്ലാവരും അറിയുള്ളൂ. അപ്പോൾ ഇന്ന ഇവിടെ ഔലിയുണ്ട്, ആ വലിയന് മറ്റേ വേറെ വലിയനറിയാം, ആ വലിയന് വേറെ വലിയനറിയാം, അവരെല്ലാവർക്കും അറിയാം, സാധാരണക്കാർക്കും അറിയാം, പൊതുജനങ്ങൾക്കും അറിയാം. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന, ഔലിയാക്കന്മാരുടെ ഇടയിലും അറിയുന്ന, സാധാരണക്കാർക്ക് അറിയുന്ന ആ രൂപത്തിലുള്ള അവർ താഴ്ന്ന ലെവലുള്ള ഔലിയാക്കന്മാരാണ്. എല്ലാവരും അറിയപ്പെടും. നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും അറിയുന്ന ആൾക്കാരെ വലിയ ആൾക്കാർ. എങ്ങനെയല്ല, വലിയ ആൾക്കാർ താഴ്ന്ന ലെവലുള്ള ഔലിയാക്കന്മാരാണ്. ഇത് ഞാൻ പറയണതല്ല, ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സൂത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരാണ് എല്ലാവരും അറിയുന്നവരും. അപ്പൊ അങ്ങനെ അവരെ അറിയപ്പെടാൻ കാരണം എന്താ? അവരെ കൊണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അവരുടെ അടുത്ത ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വരും, അവർക്ക് വേണ്ടി അവർ ദുആ ചെയ്യും. അപ്പോൾ ആ ദുആ നടക്കും. ചില കറാമത്തുകളൊക്കെ അവരിൽ നിന്ന് പ്രകടമാവാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, അത് പ്രകടമാവും. ഇതൊക്കെ ഈ സ്വാലിഹ്യങ്ങൾ എടുത്താൽ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അവരെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ഉണ്ടാവുക. പ്രത്യേകക്കാരൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ പ്രത്യേകക്കാരനെ ചിലപ്പോ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു വലിയനെ കാണാൻ വേണ്ടി ഒരാൾ ബസ് കയറി, ബസ്സിലെ കണ്ടക്ടർ ചിലപ്പോൾ കുത്തുബായിരിക്കും. പക്ഷെ ഇയാള് കണ്ടക്ടറോട് ചൂടായിട്ടായിരിക്കും നാട്ടിലുള്ള സാധാരണ സ്വാലിഹ്യങ്ങൾപ്പെട്ട വലിയനെ കാണാൻ പോകുന്നുണ്ട്. കാരണം ഇവർക്ക് അറിയില്ല ഇദ്ദേഹം കുത്തുബ എന്നറിയില്ല. അറിയപ്പെടുന്ന ആളുകളാവട്ടെ ചെറിയ ആൾക്കാരും ആവും. ഈ സ്വാലിഹ വലിയനും അറിയില്ല മറ്റേ ആളാ കുത്തുബ് എന്ന്. കാരണം കുത്തുബിന്റെ വിഷയം അള്ളാഹു പ്രത്യേകക്കാർക്കെന്നെ അറിയിച്ചു കൊടുത്തിട്ടില്ല. വളരെ ചുരുക്കമായ ആളുകൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുത്ത ആളുകൾക്ക് മാത്രമേ അള്ളാഹു കൊടുത്തിട്ടുള്ളൂ. എല്ലാത്തവരുടെ വിഷയത്തിൽ അള്ളാഹു അവരിൽ നിന്നും ഔതാദ്യങ്ങളിൽ നിന്നും അബദാലിങ്ങളിൽ നിന്നും നുഖബാക്കളിൽ നിന്നൊക്കെ അള്ളാഹു കുത്തുബിന്റെ അവസ്ഥ മറച്ചു വെച്ചിട്ടുണ്ട്. കുറഞ്ഞ ആളുകൾക്ക് അവരെ പറ്റി അറിയുള്ളൂ. അപ്പോ അതത് ഈ നുജബാക്കളുടെ അതത് അവരുടെ എണ്ണം സലാസമിയാത്തിൻ അവർ 300 നുജബാക്കള് 300. നുഖബ അർബഅത്തുൻ, നുഖബാക്കൾ 40 പേരാണ്. അബുദല എന്നാൽ അബുദാലിങ്ങൾ വക്കീലുണ്ട്, വക്കീല അർബഅത്ത അശ്റ, ചിലർ 40 പറഞ്ഞുകൊണ്ട്, വക്കീല സബഅത്തുൻ, ചിലർ 7 പറഞ്ഞവരുണ്ട്. വഹുവ സഹീഹുൻ, അതാണ് സഹീഹ്. ഔതാദു അർബഅൻ, ഔതാദ് ആവട്ടെ 4 പേരുമാണ്. വൈദാ മാത ഖുതുബു വഫാത്തായാൽ ജുഇല മഖാനഹു ഖിയാറുൽ അർബഅ, ഈ ഔതാദിയങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ഒരാളെ കൊണ്ട് ആ കുത്തുബിന്റെ സ്ഥാനത്തേക്ക് പകരം വെക്കപ്പെടും. വൈദാ മാത അഹദും മിന അർബഅത്തി, ഈ 4 ഔതാദിയങ്ങളിൽ ആരെങ്കിലും ഒരാൾ വഫാത്തായാൽ ജുഇല മഖാനഹു ഖിയാറുസ് സബഅത്തി, 7 ആളാകുന്ന അബ്ദാലിങ്ങളിൽ നിന്ന് 7 ആളിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് പകരം വെക്കും. വൈദാ മാത അഹദു സബ, 7 ആളിൽ നിന്ന് ഒരാൾ മരിച്ചാലോ മക്കാനോ ഹിയറത്തുൽ അർബഈൻ, 40 പേരിൽ നിന്നുള്ള ഒരാളെ അതിന് പകരം വെക്കും. വൈദാ മാത അഹദു അർബഈൻ, 40 പേരിൽ ഒരാൾ മരിച്ചാലോ ജുഇല മക്കാനോ ഹിയാറുൽ സലാസമിഅത്തിൻ. വൈദാ മാത അഹദു സലാസമിഅത്തിൻ, 300 ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ജുഇല മഖാനുഹു, ആ ഒരാളുടെ സ്ഥലത്തേക്ക് പകരം വെക്കപ്പെടും ഖിയാറു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ നിന്നുള്ള ഒരാളെ. ഫൈദാ അറാദല്ലാഹു അൻ യുഖീമ സഅതു അമാതുഹും അജ്മഈൻ, എന്നാൽ
വരുന്ന സമയത്ത് പിന്നെ അതായത് ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ അള്ളാഹു എല്ലാവരെയും മരിപ്പിക്കും. അപ്പൊ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ ഈ ആൾക്കാരങ്ങ് അള്ളാഹു അങ്ങനെ മാറ്റി 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 വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഔലിയാക്കന്മാരൊന്നുമില്ല, ഈ ഒരു കാലഘട്ടത്തിൽ ഔലിയാക്കന്മാർ ലോകത്തില്ല, ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ശരി തികച്ചും പിഴച്ച വാദമാണ്. അങ്ങനെ ഒരിക്കലും ഇല്ല. ഖിയാമത്ത് നാൾ വരെ ഔലിയാക്കന്മാര് ഓരോ സ്ഥാനത്തുള്ള ആൾക്കാരും അങ്ങനെ തന്നെ ഉണ്ട്, ഒരു മാറ്റമില്ല. ഔലിയാക്കന്മാർ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ ചിലപ്പോൾ അവസാന കാലഘട്ടത്തിൽ കൂടുതൽ മറഞ്ഞിട്ടായിരിക്കും അവരുണ്ടാവുക. എന്നാൽ ആ മറഞ്ഞ ആൾക്കാർ മോശക്കാരാന്നല്ല, ആ മറഞ്ഞ ആൾക്കാർ പയലുള്ള മനസ്സിലാക്കാനുള്ളൊരു തൗഫീഖ് ആളുകൾ കൊടുത്തതിനനുസരിച്ചിരിക്കും. എന്നാൽ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ അവരെല്ലാവരും മരിക്കും. കാരണം ഇവരെ കൊണ്ടാണ് അള്ളാഹു ഈ പ്രപഞ്ചം നടത്തുന്നത്. ഇവരില്ലാതായാൽ പ്രപഞ്ചം ഉണ്ടാവില്ല. ഇവരില്ലാന്ന് ആൾക്കാർ പറഞ്ഞാൽ, ഇപ്പോൾ ഔലിയാക്കന്മാരില്ല, ഈ കാലത്ത് മുറബിയായ ശേഖന്മാരില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം പ്രപഞ്ചം ഇവിടെ നിലനിൽക്കുന്നതിന് അർത്ഥമല്ല എന്നർത്ഥം. പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ ഔലിയാക്കന്മാരും കുത്തുബുകളും ആരിഫീങ്ങളും ഉണ്ട് എന്നുള്ള. വബിഹിം യറഫൗ അൻ ഇബാദിഹിൽ ബലാ, അവരെ കൊണ്ടാണ് അള്ളാഹിന്റെ അടിമകളിൽ നിന്ന് ബലാവിനെ, പരീക്ഷണങ്ങളെ അള്ളാഹു ഉയർത്തുന്നത്. വയൻസുലു ഖത്തറ സമ, ആകാശങ്ങളിൽ നിന്ന് പിന്നെ മഴ വർഷിപ്പിക്കുന്നു അവരെ കൊണ്ടാണ്. വഖാല ബഅദുൽ ആരിഫീൻ, ആരിഫീങ്ങൾ പിന്നെ ചിലർ പറഞ്ഞു, വഖുതുബുഹു വവാഹിദു മദ്കൂറു ഫി ഹദീസ് ഇബ്നു മസ്ഊദ് അന്നഹു അലാ ഖൽബി ഇസ്രാഫീൽ. പിന്നെ ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ ഹദീസിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ആ ഒരാൾ യഥാർത്ഥത്തിൽ കുത്തുബാണ്. മഖാനുഹു ഫിൽ ഔലിയായി, ഔലിയാക്കന്മാരുടെ അവരുടെ മഖാം എന്ന് പറയുന്നത് തന്നുത്തുഖത്തി ഫി ദായിറ, ഒരു വട്ടത്തിന്റെ ഇടയിൽ നടുവിലുള്ള ഒരു വട്ടം നമ്മൾ വരയ്ക്കും, സർക്കിൾ വരയ്ക്കുമ്പോൾ, വൃത്തം വരയ്ക്കുമ്പോൾ വൃത്തത്തിന്റെ നടുവിൽ നമ്മൾ ഇടുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതിന്റെ സെന്റർ. അതുപോലെ അല്ലതീഹിയ മർക്കസുഹ, അതിനെ ചുറ്റിയിട്ടാണല്ലോ ആ വൃത്തം ഉണ്ടാവുക. അതേപോലെ ഈ പ്രപഞ്ചത്തിന് ഒരു കുത്തുബ് എന്ന് പറഞ്ഞാൽ ആ കുത്തുബിൻ പ്രപഞ്ചത്തിന്റെ സെന്റർ പോയിന്റാണ്. ആ കുത്തുബിനെ കൊണ്ടാണ് ഈ പ്രപഞ്ചം മൊത്തം കറങ്ങുന്നത്. ആലം, ഈ ഒരു പ്രപഞ്ചം മൊത്തം കറങ്ങുന്നതും പ്രപഞ്ചം മൊത്തം നിലനിൽക്കുന്നതും അദ്ദേഹത്തെ കൊണ്ടാണ്. വഖലാമു അൽ യാഫി ഹാദാ സരീഹും ഫി അന്ന മിനൽ ഔലിയാഇ മൻ ലൈസ മിൻ അഹ്ലി ദായിറ. അപ്പം യാത്തമാണ് അന്ന മിനൽ ഔലിയാഇ മൻ ലൈസ ലഹു മിൻ അഹ്ലി ദായിറ, അഹ്ലു ദായിറത്തിന്റെ ആളുകളല്ലാത്ത ചില ആളുകൾ ഔലിയാക്കന്മാർ കൂട്ടത്തിലുണ്ട് എന്ന് ഈ യാഫിമാമിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. അതായത് വളരെ ഉയർന്ന ചില ഔലിയാക്കന്മാരുണ്ട്, അവരാണ് അഹ്ലു ദായിറിന്റെ ഔലിയാക്കന്മാര്. അങ്ങനെ അല്ലാത്ത ഔലിയാക്കന്മാരുണ്ട് എന്ന് യാഫിമാമിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ നേരത്തെ പിന്നെ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ മഖാമിലായിരിക്കും ഒരു കുത്തുബ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. ശരിക്കും അതിലൊരു സൂചന അവസാന കാലഘട്ടം വരൂല. ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം സൂറെന്ന കാഹളം മുഴക്കിയിട്ടല്ലാതെ എന്ന് പറയുമ്പോൾ അവസാന കാലഘട്ടത്തില് കുത്തുബാനിയത്തിന്റെ പ്രകടനമായിരിക്കും ഉണ്ടാവുക എന്നത് ആ ഒരു ഹദീസ് നമുക്ക് മനസ്സിലാവും. കാരണം മറ്റൊരു ഹദീസിൽ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ കൽബായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അവസാന കാലഘട്ടത്തിന് സംഭവിക്കൂല, കുത്തുബ് അല്ല ഈ പിന്നെ ഇസ്രാഫീൽ കാഹളം മുഴക്കിയിട്ടല്ലാതെ എന്ന് പറയുമ്പോൾ ആ ഒരു പിന്നെ ഊതുന്ന ആള് കുത്തുബിന്റെ മക്കാമുള്ള ആളായിരിക്കും. അത് അവസാനമായിരിക്കും ആ കുത്തുബിന്റെ ഖത്മീയത്ത് വെളിവാവുക, കുത്തുബാനിയത്തിന്റെ ഖത്മീയത്ത് വെളിവാവുക അവസാന കാലഘട്ടമാവും എന്നും ആ ഹദീസിൽ വിവക്ഷയുണ്ട്. അപ്പോൾ കലാമുൽ യാഫി ഇമാമിന്റെ വാക്കുകൾ ഹാദാ സരീഹുൻ ഫി അന്ന ഫിൽ ഔലിയാ മാ ലൈസ ബിഹി മിൻ അഹ്ലു ദായിറ. അപ്പോൾ അഹ്ലു ദായിറയിൽപ്പെട്ട അല്ലാത്ത ഔലിയാക്കന്മാരുണ്ട് എന്ന് യാഫി ഇമാമിന്റെ ഈ ഖൗലിൽ നിന്ന് വ്യക്തമാണ്. വഹുവ സ്വാലിഹൂന അദദുഹും കസീറ, അവർ സ്വാലിഹീങ്ങളാണ്, അവരുടെ എണ്ണം കുറേയുണ്ട്. വയൗഖദു മിൻഹു അന്നഹും ഹുവ മുഅബ്ബറുൻ അൻഹു ഫി ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബിൽ ആമ്മ. ആ കൂട്ട ആളുകളെ കുറിച്ചാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹദീസിൽ ആമ്മ പ്രത്യേകക്കാർ പിന്നെ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞത്. വകലാമുഹു അയ്ദൻ സരീഹുൻ ഫി അന്നൽ അഹ്വാലിൽ ഔലിയാഇ മിൻഹാ മാ ലാ യക്ഷിഫു ലിഅഹദി മിൻഹാ അമാ യക്ഷിഫു ലിഹാസതി മിൻഹും ഫഖത്ത്. ഇനി ഈ യാഫി ഇമാമിന്റെ കൗലിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ
ഔലിയാക്കന്മാർ ദായറിന്റെ കൂട്ടത്തിൽ പെട്ടതല്ലാത്ത ഔലിയാക്കന്മാരുണ്ട്. പ്രത്യേകക്കാരായ ഔലിയാക്കന്മാരുണ്ട്, പ്രത്യേകക്കാരല്ലാത്ത ഔലിയാക്കന്മാരുണ്ട്. ഈ പ്രത്യേകക്കാരായ അല്ലാത്ത ഔലിയാക്കന്മാർ ഒരുപാടുണ്ട്. അവരാണ് ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൂട്ടത്തിൽ അവരെ ആമെന്ന് പറഞ്ഞ കൂട്ടക്കാർ, അവരെ എന്താണ് ഈ പ്രത്യേകക്കാരല്ലാത്ത ഔലിയാക്കന്മാർ. പിന്നെ ഈ പിന്നെ യാഫിമാമിന്റെ ഈ കൗലിൽ നിന്ന് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, കലാമു ആയതൻ സ്വരീഹുൻ ഫി അന്ന അഹ്വാൽ ഔലിയാ മിൻഹ മാ ലാ യക്ഷിഫു ലിഅഹദിൻ മിൻഹ മാ യക്ഷിഫു ലിഹാസതി മിൻഹു ഫഖത്ത്. പ്രത്യേകക്കാരായ ആളുകൾക്ക് മാത്രം അറിയുന്ന ഔലിയാക്കന്മാരെ കൂട്ടത്തിലുണ്ട്. ചിലര് ഔലിയാക്കന്മാർക്കൊക്കെ അറിയുന്നവരുണ്ടാവും, ചിലർ പ്രത്യേകക്കാരായ ഔലിയാക്കന്മാർക്ക് മാത്രം അറിയുന്ന ഔലിയാക്കന്മാരുണ്ട്. വമിൻഹും മൻ യക്ഷിഫു ലിഹാസതി വൽ ആമ്മതി. അവരിൽ കൂട്ടരുണ്ട്, അവരിൽ പിന്നെ അവര് മാ യക്ഷിഫു ലിഹാസതി വൽ ആമ്മതി, പ്രത്യേകക്കാർക്കോ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കോ ഒന്നും വെളിവാക്കാത്തൊരു കൂട്ടും അവര് കൂട്ടത്തിലുണ്ട്. ഒന്ന് പൊതുവായ ഔലിയാക്കന്മാർക്ക് വെളിവാക്കപ്പെടുന്നവർ, രണ്ടാമത്തത് പ്രത്യേകക്കാർക്ക് മാത്രം അറിയുന്നവര്, മൂന്നാമത്തെ വിഭാഗം പ്രത്യേകക്കാർക്കും പൊതുജനങ്ങൾക്കും പൊതുവായ ഔലിയാക്കന്മാർക്കും പ്രത്യേകമായ ഔലിയാക്കന്മാർക്കും ഒന്നും അറിയാത്തവര്. അങ്ങനത്തെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. ആമ്മത്തി മിൻഹും വഹും സ്വാലിഹൂന ലാ ഗൈർ. അപ്പൊ ഇവിടെ പറഞ്ഞ ആമു എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളാണല്ല, പൊതുജനങ്ങളല്ല. അപ്പൊ ആ സ്വാലിഹീങ്ങൾക്കും പ്രത്യേകക്കാരായ ദായറിന്റെ ഔലിയാക്കന്മാർക്ക് ഒന്നും മനസ്സിലാവാത്ത ചില ഫമിൻ ഐന ലിഗൈരിൽ വലി അൻ യഅരിഫൽ വലി ഇല്ല ഫമൻ ഐന ലിഗൈരിൽ വലി അൻ യഅരിഫൽ വലി. കാരണം വലിയിന് മാത്രമേ വലിയിന് മനസ്സിലാവും. ഈ ഒരു വാക്ക് പിന്നെ സാധാരണ ആളുകൾ തെറ്റായി ഉപയോഗിക്കാറുണ്ട്. കാരണം വലിയിന് മാത്രമേ വലിയിന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ വലിയനും മനസ്സിലാവണം എന്നല്ല. വലിയന് മാത്രമേ വലിയന് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഒരു വലിയന് വേറെ വലിയന് മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. അല്ലാതെ എല്ലാ വലിയും മനസ്സിലാക്കണം എന്നല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻ ഒക്കെ തെറ്റും. കുത്തുബിനും എല്ലാവരും മനസ്സിലാക്കേണ്ടി വരും, നൊക്കബാക്കൾ എല്ലാവരും മനസ്സിലാക്കേണ്ടി വരും, അബുദാലിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടി വരും. അതിന് താഴെയുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കണമല്ലോ. പക്ഷേ ഇമാം യാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈ കൗലിൽ നിന്ന് മനസ്സിലാവുന്ന മുകളിലൊക്കെ പോകുന്നതിനനുസരിച്ച് അവരിൽ നിന്ന് മറ വീണുകൊണ്ടേയിരിക്കും. താഴെയുള്ള ആളുകൾക്ക് അവർക്ക് കാണാൻ പറ്റാതാവും. ബഹുമാനപ്പെട്ട മുഹമ്മദ് മിശ്രി തങ്ങൾ അവിടുത്തെ കനാബിൽ എന്ന കിതാബുണ്ട്, അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ദർജന്റെ താഴെയുള്ള ആളുകൾ അദ്ദേഹത്തെ നിഷേധിക്കുന്നു. മുകളിലുള്ള അവർക്ക് അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആളുകൾക്ക് മാത്രം അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റും. അതിന്റെ താഴെയുള്ള ആളുകൾ അയാളെ നിഷേധിക്കും. പിന്നല്ലേ അവരെ മനസ്സിലാവരെ. മുകളിലുള്ള ആളെ നിഷേധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവും. പിന്നെ അവർ മനസ്സിലാവും. ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരും അതിന്റെ താഴെയുള്ള ആൾക്കാർ മനസ്സിലാവും. അപ്പോൾ ഒരേ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും സാധാരണക്കാരായ ഔലിയാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെയാണ് ഒരു വലിയന് വേറെ വലിയന് മനസ്സിലാവും എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ അവിടെയാണ്. അല്ലാതെ എല്ലാ അർത്ഥത്തിലും എല്ലാ വലിയനും എല്ലാവരും അറിയണം എന്നല്ല. അപ്പൊ കലാമു ഹാദ അലാ തഫ്സീർ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫം ദാലിക. അപ്പം ഈ യാഫി ഇമാമിന്റെ കലാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ഒരു വിശദീകരണം ആണ്, അല്ലാതെ മറ്റൊന്നുമല്ല.